ഞങ്ങൾക്ക് ഇഷ്ടായി. മുറുക്കാന്നോ? അല്ലല്ല, മോളെ. അല്ല, മോള് പഠിത്തം കഴിഞ്ഞപ്പോ ജോലി നോക്കുക അല്ലേ? അതെ അതെ അതെ. ഇനി കല്യാണം കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ആ അതെ അതെ അതെ. അല്ല, ചേട്ടനും ചേച്ചിയും അവർ തമ്മിലൊന്ന് കാണണ്ടേ? അവർ തമ്മിലൊന്ന് സംസാരിക്കണ്ടേ? പൊന്നു മോളെ, അവൻ എവിടെയാണ്ട് വെച്ച് അവളെ കണ്ടു എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടല്ലേ നമ്മൾ തേടി പിടിച്ചിവിടെ വന്നത്. പിന്നെ സംസാരിക്കാനാണെങ്കിൽ അത് ഫോണിലൂടെ ആവാലോ. ദുബായിൽ നിന്നും തേടി പിടിച്ചും വരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ചേച്ചിക്കൊന്ന് നേരിട്ട് കാണണ്ടേ? എന്നാലല്ലേ സമ്മതാണെന്ന് അറിയാൻ പറ്റൂ. അത് ഓർത്ത് മോള് വിഷമിക്കണ്ട. ഞാനും എൻ്റെ മോളും സുഹൃത്തുക്കളെ പോലെ എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനമെടുത്താൽ എൻ്റെ മകൾ ഒറ്റ അക്ഷരമിണ്ടില്ല. എടാ, നീയൊക്കെ എവിടെ പോയി കിടക്കുവാ? എടി, ഞങ്ങൾ നിന്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടോ? എത്ര നേരം? വേഗം വാ. അങ്കിൾ, ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ ഒരു 500 ഉണ്ടാവുമോ? 500 പപ്സ്. ബക്സ്. അശ്വതി എവിടെ അങ്കിൾ? എന്താടി? എടാ, നീയൊക്കെ എവിടെ പോയി കിടക്കുന്നു? ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്തില്ലല്ലോ. രാവിലത്തെ ട്രാവൽ കുറച്ച് അഡ്വഞ്ചർ ആയിരുന്നു. നീ കാര്യം പറ. എടാ, എന്റെ അച്ഛൻ്റെ കയ്യിന്നോ? പോക്കറ്റ് വെക്കണ്ട്. ഏട്ടാ, എന്റെ കല്യാണം ഉറപ്പിച്ചു. ഇത് ദുബായ്ക്കാരനായിട്ട്. അപ്പൊ ഇനി ഇവിടെ വരുമ്പോ പിസ്ത, ഈന്തപ്പഴം, അത്തർ, പെർഫ്യൂം ഇതൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഈ കല്യാണം വേണ്ട. പിസ്ത ജമാക്കറായ എന്താ വേണ്ടാത്തെ? ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഓ, എവളുടെ സങ്കല്പം മറ്റില്ല. 10 ബിയിൽ അംബുജാക്ഷൻ. അരവിന്ദ് അംബുജാക്ഷൻ. ആ മണ്ണ തന്നെ. ആയിക്കോട്ടെ. അതേപോലെ ഒരു കിടിലൻ ചെറുക്കനെ പ്രേമിച്ച് ലവ് മാരേജ് ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. ഈ ദുബായിക്കാരൻ ഒരു പക്ഷേ കിടിലാണെങ്കിലോ? അവന്റെ പേരെന്തോ? അവന്റെ ഫോട്ടോ കാണിച്ചേ. അതൊന്നും എന്റെ ഇല്ല. ഞാൻ ചോദിച്ചില്ല. എന്തായാലും എനിക്ക് ഈ അറേഞ്ച് മാരേജ് വേണ്ട. നിങ്ങൾക്ക് ഈ കല്യാണം മുടക്കാൻ പറ്റൂല്ലയോ? മുടക്കാന്നൊക്കെ പറയുമ്പോ എന്നാ ഇറങ്ങിപ്പോ. നമുക്ക് വഴിയുണ്ട. അല്ല, ഇവർക്ക് ആ കല്യാണം ഇഷ്ടമല്ലെങ്കിൽ അവൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? 1 2 3 3 കഴിഞ്ഞ മനുഷ്യനാ. റിസ്കാ. നീയാണോ കൂടി ഇരുന്ന് തന്നെയത്? ഞാൻ മാത്രമല്ല, നീ ഒരു തന്നെയായിരുന്നു. അതിന്റെ ബില്ല് വെട്ടിച്ച് നമ്മളെ 3 മാസത്തെ റെന്റ് കൊടുത്തത്. ഓ, ഫോർഗോട്ട്. അതെ, വന്നവരൊക്കെ പോകുന്നു. അയിന് നീ ചൂടാവാതെ കല്യാണം മുടക്കിയാ പോരെ? മുടക്കാം. എടാ, എനിക്ക് നിങ്ങൾ പറയണൊന്നും മനസ്സിലാവണില്ല. അമ്മാവന്റെ ചേച്ചിയുടെ മോന് വേണ്ടിയിട്ട് അമ്മാവനൊരു പെണ്ണ് വന്ന് കണ്ടില്ലായിരുന്നു? അശ്വതി. ആ അശ്വതിയുടെ ഫ്രണ്ട്സാണ് ഞങ്ങള്. ഉള്ളത് പറയാലോ, അവള് നിങ്ങളുടെ കുടുംബത്തിന് ചേരത്തില്ല. ആ, അതെനിക്കും തോന്നി. ഞങ്ങൾക്ക് ചായ തന്നിട്ടേ അവൾ ഒറ്റ പോക്ക, യാത്ര പറയാൻ പോലും നിന്നില്ല. അപ്പൊ നമുക്ക് ഈ ബന്ധം വേണോ? അയ്യോ, അത് വേണം. ഞങ്ങൾ ഈ കല്യാണം ഉറപ്പിച്ചു. അമ്മാവൻ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞേ അവള് ചേരത്തില്ലെന്ന്? പിന്നെ എന്തിനാ ഈ ബന്ധം? ഒന്നും എന്റെ കയ്യിലല്ലല്ലോ, എല്ലാം പ്രിയംവദയുടെ ഇഷ്ടം. അല്ല, അമ്മാവന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുക. ആന്റിക്ക് മനസ്സിലാവും. അവൾക്ക് ഈ ബന്ധം ഇഷ്ടല്ല. പിന്നെ എല്ലാം പ്രിയംവദയുടെ ഇഷ്ടം. അല്ല, ഈ പ്രിയംവദ അമ്മയായിരിക്കൂ? അവന്റെ അമ്മക്ക് ഈ ബന്ധം ഇഷ്ടല്ല. പിന്നെ എല്ലാം പ്രിയംവദയുടെ ഇഷ്ടം. ചേട്ടൻ ഈ ജിത്തു ജോസഫിന്റെ ആരെങ്കിലും ആണോ? അല്ല, എന്തേ? അല്ല, ഈ സസ്പെൻസ് എടുത്ത് സംസാരിക്കുന്നോണ്ട് ചോദിച്ചതാ. ആരാ ഈ പ്രിയംവദ? അന്ന് വന്നില്ലായിരുന്നോ അവന്റെ അനിയത്തി പ്രിയംവദ? പ്രിയംവദ. എടി, ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ നീ ഞെട്ടും. എന്താ? നിന്റെ ആ ചെറുക്കന്റെ വീട്ടിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആ അനിയത്തി പെണ്ണ പ്രിയംവദ. അതുകൊണ്ടാണ് നിന്നോട് അതിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞത്. ഇതിലെന്തത്ര ഞെട്ടാൻ? ഞെട്ടിക്കാം, പറയട്ടെ. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ രണ്ടും അതിനെ ഡീൽ ചെയ്യും. ഇതിലെന്തത്ര ഞെട്ടാൻ? പറഞ്ഞു തീർക്കട്ടെടി. എടി, അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നീ അങ്ങോട്ട് മാറിക്കേ, ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ഇപ്പൊ ഞെട്ടിക്കുന്നില്ലേ? ഞങ്ങൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നീ തന്നെ ഞെട്ടിക്കോളും. പോ. ഹായ്. അശ്വതി എവിടെ? അശ്വതിക്കല്ലേ, ഞങ്ങൾക്ക് കുറച്ച് കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. വരൂ.
എന്താ പറയാനുള്ളത്? അത് ഓപ്പണായിട്ട് ഫ്രാങ്കായിട്ട് പറയാനാണെങ്കിൽ അശ്വതി നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെൺകുട്ടിയല്ല. എന്ന് വെച്ചാ എന്ന് വെച്ചാ അവള് അവള് അ- അവള് അ- അ- അവളൊരു അവൾക്ക് പിഴയാണ്. അത്ര വലിയ പിഴയല്ല, നല്ലൊരു ആവറേജ് പിഴ. ഇത് തൊണ്ട എവിടെ പിഴ? ഇതാണല്ലേ നീ ഞെട്ടിക്കാൻ വെച്ചിരുന്നത്. അത് സാരല്ല. കുടുംബത്തില് ഒരാൾ അങ്ങനെയുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല. അവൾക്ക് 16 അഫയേഴ്സ് ഉണ്ടായിരുന്നു. അതിപ്പോ എന്റെ ചേട്ടനും ഉണ്ടായിരുന്നു അഫയേഴ്സ് ഒക്കെ. അതെ, അവളൊന്ന് അലസിയതാ. അലസതയൊക്കെ ഇപ്പൊ ആർക്കാ ഇല്ലാത്തത്? അതൊക്കെ എന്റെ ചേട്ടൻ മാറ്റിക്കോളും. ഞാനും അശ്വതിയും തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് അല്ല, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സാ. അതിപ്പോ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആകുമ്പോ കുറച്ച് ബെനിഫിറ്റ്സ് എങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ഫ്രണ്ട്ഷിപ്പ്? ഇതിപ്പോ പടക്കക്കടയിലാണല്ലോ അങ്ങോട്ട് പൂത്തിരി വേണമെന്ന് ചോദിച്ചു തന്നത്. അതെ, കല്യാണം കഴിഞ്ഞാലും ഭർത്താവില്ലെങ്കിൽ അവൾ യവന്റെ കൂടെ ആയിരിക്കും. ആ, അതാവുമ്പോ ചേട്ടനില്ലാത്തപ്പോ ചേച്ചിക്കൊരു കൂട്ടാകല്ലോ. എടി, അശ്വതിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല, അവൾക്ക് ഇഷ്ടമല്ലെന്ന്. ഇതങ്ങ് ആദ്യമേ പറഞ്ഞൂടായിരുന്നോ? മതിയായിരുന്നില്ലേ? അശ്വതി വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അയാൾക്ക് ഇത് താല്പര്യമില്ലെന്ന്. ശരിക്കും പറഞ്ഞ എന്റെ ചേട്ടൻ പറഞ്ഞിട്ടാ ഈ ആലോചനയായിട്ട് വന്നത്. ചേട്ടൻ 10ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുമ്പോ ഈ അശ്വതി ചേട്ടന്റെ ക്രഷ് ആയിരുന്നു എന്ന്. 10ാം ക്ലാസ്സിൽ ഞങ്ങളും ഉണ്ടായിരുന്നല്ലോ. എന്താ അവന്റെ പേര്? അരവിന്ദ് അംബുജാക്ഷൻ. അരവിന്ദ്, ആ മണ്ണ തന്നെ. 10 ബിയിലെ അരവിന്ദ് അംബുജാക്ഷൻ. എടി, നിന്റെ അരവിന്ദ്. ഇവക്കും അവനോട് ക്രഷ് ഉണ്ടായിരുന്നു. ആണോ? ഏട്ടൻ കാലത്ത് വന്നു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവള് സെറ്റായി. പക്ഷെ ഫണ്ടിന് നമ്മൾ കുറച്ച് അലയും. യെസ്. ചേട്ടന് പ്രേമം വല്ലതുണ്ടോ? എനിക്ക് പ്രേമൊന്നുമില്ല. അതെന്താ? പ്രേമിച്ചിട്ടേ ഇല്ലേ? പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട്. ലൈഫിൽ മൊത്തം 4 പ്രേമുണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ടുള്ള പ്രേമം. പക്ഷേ അതിന് 4ാമത്തേടെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഒന്നും പ്രേമിക്കാൻ കൊള്ളത്തില്ല. ഓക്കെ, പ്രേമം ഇല്ലെങ്കിൽ വേണ്ട, ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആകുമ്പോ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ആകും കേട്ടോ.